സംസ്ഥാനം അങ്ങോളം ഇങ്ങോളം LDF ഒറ്റക്കെട്ടായാണ് മത്സരിക്കുന്നതെങ്കിലും ചിലയിടങ്ങളിൽ ഭിന്നസ്വരങ്ങളുണ്ട്. ആ ഭിന്നസ്വരങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ഒരു വാർഡാണ് പത്തനംതിട്ട ജില്ലയിലെ 14-ാം വാർഡ്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ 14-ാം വാർഡിൽ CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി സ്വതന്ത്രയായി മത്സരിക്കുന്നു. അവിടെ CPI ആണ് എതിർ സ്ഥാനാർത്ഥി. CPMൻ്റെ കുലശേഖരപതി ബ്രാഞ്ച് സെക്രട്ടറിയായ A. ഷഫീനയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. CPMന് മത്സരിക്കേണ്ട വാർഡായിരുന്നു 14-ാം വാർഡ്. ബ്രാഞ്ച് കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും 14-ാം വാർഡിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് A. ഷഫീനയെ. പക്ഷേ സീറ്റ് വിഭജനം വന്നപ്പോൾ 14-ാം വാർഡ് CPIയുടെ നിയന്ത്രണത്തിലായി. CPIക്കായി 14-ാം വാർഡ്. അങ്ങനെ വന്നപ്പോൾ ഷഫീന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കുടച്ചിഹ്നത്തിൽ മത്സരിക്കുന്നു. കുടച്ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഷഫീനയ്ക്കൊപ്പം ഷഫീന ബ്രാഞ്ച് സെക്രട്ടറിയായ കുലശേഖരപതിയിലെ ബ്രാഞ്ച് അംഗങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു. CPMും CPIയും തമ്മിൽ ഇവിടെ നടക്കുന്നത് ഒരു സൗഹൃദ മത്സരമെന്നാണ് ഷഫീന പറയുന്നത്. സൗഹൃദ മത്സരത്തിലുപരി 14-ാം വാർഡിൽ മത്സരത്തിൻ്റെ ചൂടും ചൂരും ഒക്കെ നിറഞ്ഞു കഴിഞ്ഞു. മത്സരം തീപാറിക്കുകയാണ് 14-ാം വാർഡിൽ. ഷഫീന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഏറെ മുന്നേറിക്കഴിഞ്ഞു. ഷഫീനയ്ക്ക് കരതര മലകം പോലെയാണ് പത്തനംതിട്ട നഗരസഭയിലെ 14-ാം വാർഡ്. ഷഫീനയ്ക്ക് അവിടെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഷഫീന അവിടുത്തെ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ്. CPM ബ്രാഞ്ച് സെക്രട്ടറി എന്ന നിലയിൽ കുലശേഖരപതി ബ്രാഞ്ച് സെക്രട്ടറി എന്ന നിലയിൽ ഷഫീന ശക്തമായ പ്രവർത്തനങ്ങളാണ് അവിടെ കാഴ്ചവെച്ചത്. അത് തന്നെ ഷഫീനയുടെ മൈലേജ് കൂട്ടുന്നു. അവിടെ CPIയും CPMും തമ്മിൽ സൗഹൃദ മത്സരമാണെന്ന് ഷഫീന പറയുന്നുണ്ടെങ്കിലും സൗഹൃദ മത്സരത്തിന് ഉപരിയായി തീവാറുന്ന മത്സരത്തിനാണ് പത്തനംതിട്ട 14-ാം വാർഡ് വേദിയാകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഷഫീന പറയുന്നു, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ എന്നതിലുപരി ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്. തന്നെ CPM പുറത്താക്കിയിട്ടില്ല. തനിക്കെതിരെ അച്ചടക്ക നടപടിയൊന്നും വന്നിട്ടില്ല. CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് താൻ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയം തനിക്ക് സുനിശ്ചിതമാണെന്ന് ഷഫീന പറയുന്നു. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ നഗരസഭയിലെ 14-ാം വാർഡ് CPMൻ്റെ ഉരുക്കുകോട്ടകളിൽ ഒന്നാണ്. അവിടെയാണ് ഷഫീന CPMന് വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥി CPI ആണ് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ വാർഡ് കൗതുകം ജനിപ്പിക്കുന്നു. ഷഫീന അവിടെ CPI സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാൽ അത് വലിയൊരു വിജയമായി മാറും, വലിയൊരു അട്ടിമറിയായി മാറും. CPI സ്ഥാനാർത്ഥി അവിടെ ജനപിന്തുണ നേടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഷഫീനയുടെ പിറകിലാണ് അവിടുത്തെ പാർട്ടി നേതൃത്വം. ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും ചില ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ഷഫീനയ്ക്ക് ശക്തമായ പിന്തുണയാണ് നൽകുന്നത്. ഷഫീന ജയിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് വേണ്ടി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട 14-ാം വാർഡിൻ്റെ ശോചനീയാവസ്ഥ മാറ്റുമെന്നാണ് ഷഫീനയുടെ പ്രകടന പത്രികയിൽ തന്നെ പറയുന്നത്. മാത്രമല്ല, ഷഫീനയ്ക്ക് പിന്നിൽ ജനങ്ങളുണ്ട്, CPM പ്രവർത്തകരുണ്ട്. അടിയുറച്ച CPM പ്രവർത്തകരൊക്കെ ഷഫീനയ്ക്ക് പിന്നിൽ അണിനിരക്കുന്നു. എന്തായാലും പത്തനംതിട്ട 14-ാം വാർഡിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇലക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റൂ. ഇപ്പോഴത്തെ ട്രെൻഡ്, ഇപ്പോഴത്തെ അവിടുത്തെ മനസ്സ്, പത്തനംതിട്ട 14-ാം വാർഡിൻ്റെ മനസ്സ് CPMൽ നിന്നുകൊണ്ട് തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷഫീനയ്ക്ക് ഒപ്പമാണ്.